ബർത്ത്ഡേ കേക്ക് ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ബിക്കോസ് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ലിപ്പ് ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ലിപ് ബാം അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ എനിക്ക് PCOD ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ട്, ഇവിടെയൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ട്. നമുക്ക് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്നത്. ഇത് ഡെയിലി ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാ അത് എന്റെ കയ്യിലുള്ളൂ. കാരണം ഞാനൊരു ട്രിപ്പിന് വന്നേക്കാണ്. അപ്പോൾ അധികം സാധനമൊന്നും കൈ പിടിച്ചിട്ടില്ല. ഫസ്റ്റ് നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഡ്രോപ്പ് എടുക്കുക, ഞാൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് വരാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇതിൽ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസർ. പിന്നെ ഇതൊന്ന് ഒരു 5 മിനിറ്റ്സ് നമുക്ക് വെക്കാം. ഞാൻ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറയണില്ല, കാരണം അത് വേറെ വീഡിയോയിൽ പറയാം, അല്ലെങ്കിൽ ലെങ്ത് ആവും. ഇപ്പൊ ഞാനൊരു സൺസ്ക്രീൻ ആണ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത്. ഇത് ട്രിപ്പിന് വന്നുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സുഖം സ്പ്രേ ആയതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കാം. ഞാൻ ചെയ്തിട്ട് വരാം. ഈ സൺസ്ക്രീൻ ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് 10 മിനിറ്റ്സ് ഒക്കെ വേണം. വാട്ടർ ആണ് ഫുള്ള് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ബർത്ത്ഡേ കേക്ക് കാണിച്ചു. സോ ക്യൂട്ട്ലി ബർത്ത്ഡേ കേക്ക്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലഷ് ആണ്. ഇതൊരു പ്രോപ്പർ മേക്കപ്പിന്റെ സ്റ്റെപ്സ് ഒന്നല്ല, ബ്ലഷ് ആണ്. അതിൽ ഞാൻ ബ്ലഷ് കൊണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പ്രത്യേക സാഹചര്യങ്ങളിൽ ഞാൻ ഉപയോഗിക്കുന്നത് മാക്കിന്റെ ഈ റെഡ് ആണ് ഉപയോഗിക്കുക. ഈ റെഡ് ലിപ്സ്റ്റിക് ആണ്. അത് ജസ്റ്റ് ഒന്ന് കണ്ണിന്റെ മേലെ അത് ഞാൻ സെറ്റ് ആക്കിയിട്ട് കാണിച്ചു തരാം. പിന്നെ ചീക്സിന്റെ അവിടെ, പിന്നെ ജസ്റ്റ് ടിപ്പിലും, പിന്നെ ഇവിടെയും ഈ ചിക്സിലായിട്ട് ഞാൻ സെറ്റ് ചെയ്ത് തരാം. കാരണം ഇവിടെ ഞാൻ കൊടുക്കില്ല, ഇവിടെ മാത്രം ഞാൻ ചെയ്യുള്ളൂ. കാരണം എന്റെ റൗണ്ട് ഫേസ് ആയതുകൊണ്ടും പിന്നെ ചിക്സ് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമ്മള് കണ്ണിന്റെ മേലെ, ചിക്സില്, ലിപ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അത് അപ്ലൈ ചെയ്തിട്ട് വരാം. അതെവിടെയാന്ന് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൈലൈറ്റ് എവിടെ ഞാൻ ഇട്ടു, അപ്ലൈ ചെയ്തു. ഇനി ഞാൻ എവിടെ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഈ നോസിന്റെ ഇവിടെ ഇടുക, പിന്നെ ഈ ഐബ്രോസിന്റെ ഇവിടെ അപ്ലൈ ചെയ്യുക, പിന്നെ ഇവിടെ അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ആക്കുക, പിന്നെ ഇവിടെ അപ്ലൈ ചെയ്യുക, ചീക്സിന്റെ അവിടെ ഇവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക, പിന്നെ ഫോർഹെഡിലും ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഫംഗ്ഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് കുറച്ചാണ് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് അപ്ലൈ ചെയ്യാം. പിന്നെ എൻ്റെ കയ്യിൽ 2 മാക്കിന്റെ ലിപ്സ്റ്റിക് ആണ് ഇപ്പോൾ ഉള്ളത് കറന്റ്ലി. അപ്പോൾ അതിൽ ഒരു റെഡ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി ഈ റെഡ് ഒന്നും മയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കളർ ഒന്ന് അപ്ലൈ ചെയ്യാം. ഒരു ബ്രിക്ക് കളർ പോലത്തെയാണേ ഇത് അപ്ലൈ ചെയ്തപ്പോൾ ഒരു നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് രണ്ടും. പിന്നെ എൻ്റെ ഇതിന്റെ ലിപ് ലൈനറിന്റെ ഒരു ആവശ്യമില്ല, എന്നാലും ചുമ്മൊന്ന് ജസ്റ്റ് ലൈൻ ചെയ്യാം. ഇത് മുമ്പ് ചെയ്യേണ്ടതാണ്, ഞാൻ ചെയ്യാറില്ല പൊതുവെ. പിന്നെ ജസ്റ്റ് ഒന്നും ഈ കണ്ണിന്റെ അടിയിൽ കൂടിയും ഇത് ചെയ്യാം. നല്ലതാണ്, ഒരു വേറൊരു ലുക്ക് വരും. അപ്പോൾ ഫസ്റ്റ് ലിപ് ലൈൻ ചെയ്തു, പിന്നെ കണ്ണിന്റെ അടിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ശരിക്കും ചെയ്യേണ്ടത് ഐ ഷാഡ് ഏതാണോ അത് ഉപയോഗിച്ചിട്ടാണ് കണ്ണിന്റെ അടിയിൽ കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എൻ്റെ അതില്ല. അപ്പം അത് അപ്ലൈ ചെയ്യും. കണ്ണെഴുതിയിട്ട് വരാം, കാരണം ഇത് ഞാൻ ഒരു വിൻഡോമയാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചാണ് ഫോണ്. അപ്പം മിററിൽ പോയിട്ട് കണ്ണെഴുതിയിട്ട് വരാം. അപ്പം ജസ്റ്റ് ഞാൻ കണ്ണൊക്കെ എഴുതി, ഐബ്രോ ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഡ്രസ്സപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പൊ ഇത് എന്റെ ഡ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് എന്റെ ഫുൾ ലുക്ക് വരുന്നത്. ഇനി വീഡിയോന്റെ ഒപ്പം എന്റെ കേക്ക് കട്ടിങ് ആഡ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. Happy birthday to you. Happy birthday to you. Happy birthday to you.